ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജിയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളിലേക്ക് ഒരുപാട് അബണ്ടൻസ് കടന്നു വരികയാണ് എന്നുള്ള രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ, 5 ഓഫ് സോൾസ്, ഏസ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 7 ഓഫ് wands, 2 of wands, 2 of cups, judgment, 10 of swords, 3 of pentacles, the star energy, 4 of swords, 3 of wands, page of pentacles, 10 of pentacles, king of swords, 6 of pentacles. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 10 of wands ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു വേദനാജനകമായ സിറ്റുവേഷൻ. വേദന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള പല പല ചിന്തകൾ. കാരണം ജീവിതം മടുത്തു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് രണ്ട് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. വൈകാരികപരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ജോലി സംബന്ധമായിട്ടൊക്കെ പുറത്ത് വർക്ക് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തികളെയാണ് കാണുന്നത്. സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഒരിടം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു എനർജീനെ വളരെയധികം നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ എല്ലാ രീതിക്കും സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കിങ് ഉള്ള വ്യക്തികളായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം ഒരുപാട് നിങ്ങൾ ചിന്തകളിലൂടെ പോകുന്നത്. പക്ഷെ അത് നിങ്ങളെ ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്ട്രഗിളിങ്ങിലൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. ഫിസിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മെന്റൽ പ്രഷറിൽ നിന്ന് വന്നിരിക്കുന്ന ഫിസിക്കൽ ഇഷ്യൂസ്. ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളൊക്കെ ചിലപ്പോൾ ചിലർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം അത്രയും ഒരു ലോ എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാം നേടാനുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു എനർജിയെ നിങ്ങൾ റിയലൈസ് ചെയ്യണം. എല്ലാ അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ്. ഹോപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വകകളാണ് മുന്നോട്ടേക്ക് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് 10 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് wands വന്നിട്ടുണ്ട്. 3 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷൻ ആണ്. നെഞ്ചു പൊട്ടി കരയുന്ന ഒരു അവസ്ഥയാണ്. കേൾക്കാൻ ചുറ്റിനും ആരും ഇല്ല.
ചിലപ്പോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും നിങ്ങള് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊന്നും comfortable അല്ല. അത്രത്തോളം ഒരു പെയിൻഫുൾ ആയ എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്തു കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു രീതിക്ക് ആയിരുന്നിരിക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടറിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ലേൺ ചെയ്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് നിറവേറ്റുന്നത്. ആ ഒരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇപ്പോഴും ഒരു കരഞ്ഞു വേവുന്ന ഒരവസ്ഥയാണ്. ഇതിലൊരു മാറ്റം വേണം. ഇനിയും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ വയ്യ. ഈ ഒരു ദുഃഖങ്ങളും ഈ ഒരു ഭാരങ്ങളും എല്ലാം എത്രയും വേഗം ഉപേക്ഷിക്കണം. ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വേണം എന്നൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ എനർജി ഇപ്പൊ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് എനർജിയാണ്. എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നേടാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളുടെ എനർജിനെ ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം. അതിൽ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓവർ തിങ്കിങ് പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ കുറക്കണം. സ്പിരിച്വലി നിങ്ങൾ ഒന്നുകൂടെ കണക്റ്റഡ് ആവേണ്ട ഒരു സമയമാണ്. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങളുടെ ചിന്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡുകൾ നിങ്ങൾ തന്നെ കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാനുള്ള ഒരു നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു സൈഡിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രൂപമാണെന്നുണ്ടെങ്കിൽ മറു സൈഡിൽ ഒരു സിംഹത്തിന്റെ രൂപമാണ്. സിംഹം എന്ന് പറയുന്നത് രാജാവാണ്. അപ്പൊ എല്ലാം നേടാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു കഴിവിനെയൊക്കെ മൂടി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ആദ്യം പുറത്തു വരിക. ആ ഒരു stuckness ആദ്യം തന്നെ നിങ്ങൾ തന്നെ cut ചെയ്ത് ആ ഒരു നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ ഒരു കറുത്ത മറയെ നിങ്ങൾ തന്നെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് വരേണ്ടതാണ്. അങ്ങനെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ബാക്കി ചെയ്യേണ്ടത് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു സമയത്ത് വേദനയോട് കൂടി ഇരിക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജെന്യുവിൻ ആയിട്ട് തന്നെ ഒഴുകിയെത്താനായിട്ട് പോവുകയാണ്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനായിട്ട് പോകുന്നു. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു person നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു judgment തന്നിട്ട് ഒരു നീതിക്ക് വേണ്ടിയിട്ടൊക്കെ wait ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ഒരു വെളിച്ചത്തിലേക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു hermit energy യിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലുകൾ കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ ചിലവരുടെ കേസിൽ നിങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ചിലവരുടെ കേസിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കരുതുന്നവരുണ്ടായിരിക്കാം. ഇനി അതായത് ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടിട്ട് അവിടെ നിന്ന് വലിയൊരു ചീറ്റിംഗ് ഒക്കെ സംഭവിച്ച് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒറ്റപ്പെടലിലൂടെ ആയിരിക്കും പോകുന്നത്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു person നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രണയം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. വൈകാരികപരമായ ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കം. അതും ഒരു genuine ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ഇതിലൂടെ ഈ രണ്ട് വ്യക്തികൾക്കും ലഭിക്കാൻ പോകുന്നത് ten of pentacles ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു family card ആണ്. നിങ്ങൾക്കൊരു commitment നടക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു marriage പോലുള്ള celebration നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി marriage കഴിഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു ലഭിക്കാൻ പോവുകയാണ്. ആ ഒരു person നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ കുടുംബ ജീവിതം വീണ്ടും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനായിട്ട് പോവുകയാണ്. അതുപോലെ ഇവിടെ nostalgia card ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു നഷ്ടപ്രണയത്തെ ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞു പോയ കാലത്തെ ഓർത്ത് ഒരുപാട് വേദനിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്. ആ ഒരു person നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ manifestation ഇവിടെ work ആവാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു power
തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന സമയമാണ്. നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ നിങ്ങൾക്ക് അതിന്റേതായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കും. ഈ ഒരു നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം, നിങ്ങളൊരു കംഫർട്ട് സോണിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ എത്രയും വേഗം പുറത്തേക്ക് വരിക. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി മാത്രമല്ല കംഫർട്ട് സോൺ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു കൂടാരം ഉണ്ടാക്കി അതിൽ മാത്രം ഇരിക്കുകയാണ്, നിങ്ങൾക്കൊന്നും വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നിനും സാധിക്കില്ല എന്നൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പുറത്ത് കടക്കണം. ആ ഒരു ജഗ്ലിംഗ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അട്രാക്റ്റ് ആവാൻ പോവുകയാണ്. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോ പുറത്തേക്കൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും ഫെയിൽ ആവുകയാണ്, ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല, അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ കരിയർ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും 3 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഒരു കോഴ്സ് ഒക്കെ പഠിച്ച് പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണ്, ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിക്കാനായിട്ടും പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്, കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഫിനാൻഷ്യലി കാര്യങ്ങളിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അർഹതയല്ലാത്ത കൈകളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പണം കാര്യങ്ങളൊക്കെ കടം കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങളിപ്പോൾ ആകപ്പാടെ വേദനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങളിലൂടെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാൻ പോവുകയാണ്. അതൊന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നീതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അർഹരാണ് എന്നുള്ളതിനുള്ള ഒരു പ്രധാന തെളിവ് തന്നെയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ അതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഒരുപാട് നെഗറ്റിവിറ്റി എനർജിയിലാണെന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചില കോണുകളിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ തിളക്കം ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ വല്ലപ്പോഴും മാത്രം തെളിയുന്ന ഒരു പ്രകാശമായിട്ട് അത് മാറിയിരിക്കുകയാണ്. നിരന്തരമായിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിനും ട്രൈ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെയൊക്കെ നിരാശ വരുമ്പോൾ വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകും. ഇല്ല, ഞാൻ ശ്രമിച്ചിട്ട് എനിക്കത് നടക്കുന്നില്ല, ഇനി അതെനിക്ക് കിട്ടില്ലായിരിക്കുന്നു പോകും. വീണ്ടും നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു ഹോപ്പ് വെക്കും. അപ്പൊ ആ ഒരു വേരിയേഷനിലൂടെ പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വേരിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. നിങ്ങളിലേക്ക് അത് പൂർണ്ണമായിട്ടും എത്തും എന്നുള്ള വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരണം. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്നുള്ള ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം അവർ നിങ്ങൾക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ പല കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തെറ്റിദ്ധാരണയുടെയൊക്കെ പേരിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നതിന്റെ വേദനയിലാണ് ഇപ്പോൾ. നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടി വന്നതിലൊക്കെ അവരിപ്പോൾ ഒരുപാട് കുറ്റബോധം കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് റിഗ്രറ്റ് ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. സ്വയം തന്നെ ഒരു തരം ഗിൽറ്റ് ഫീൽ തോന്നുന്ന ഒരു അവസ്ഥ. ഈ ഒരു ബന്ധത്തിൽ ഒരു പുനർജന്മം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീബർത്ത് കൊണ്ടുവരണം. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പൊ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായ ഒരു എനർജിയാണ്. നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഇപ്പൊ അവരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു വിരഹം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരെ ഒരുപാട് വേദനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. റീതിങ്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ ഒരു സ്നേഹം അരികിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ എനർജി അവരിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി അട്രാക്റ്റ് ആവാൻ കാരണം വല്ലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി വേരിയേഷൻസ് വരുന്നുണ്ട്, ഹോപ്പ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരിലേക്ക് അത് അട്രാക്റ്റ് ആവുന്നത്. അപ്പൊ അതിനൊരു സ്ട്രെങ്ത്തിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് എനർജിന്ന് റിമൂവ് ആകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ സ്പിരിച്വലി ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഒരുപാട് വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും കൈവിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കൈവിട്ട് പോകുന്ന മനസ്സിനെ നിങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ വേണം. പോസിറ്റീവ് ആയിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റീനെ കംപ്ലീറ്റ്ലി വിടണം. ഇനിയിപ്പോ റീഡിംഗ് ചിലവർക്ക് ഫുൾ ആയിട്ട് കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങൾ റിമൂവ് ചെയ്യുക തന്നെ വേണം. വേദനകൾ ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ തന്നെ ആയിരിക്കാം നിങ്ങളെ കൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിനെ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകരുത്. അതിനെ റിമൂവ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ റിസ്ക് എടുത്ത് ഇതുവരെ മുന്നോട്ടേക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പ്രയത്നിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടാനായിട്ട് പോവുകയാണ്. അതുപോലെ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. പാത്രം അറിഞ്ഞു വിളമ്പുക എന്ന് പറയുന്നത് പോലെ അർഹമായ കാര്യങ്ങൾ കൈകളിലേക്ക് മാത്രം നിങ്ങളുടെ ആണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അർഹതയില്ലാത്ത കൈകളിലേക്ക് പോകുമ്പോഴാണ് അത് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം എവിടെയാണോ അവിടെ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നിരിക്കാം. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് അതിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. മാത്രമല്ല അവർ പോയി നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് യഥാർത്ഥമായിട്ടൊരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും അനുഭവയോഗ്യമായിട്ട് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ആ ഒരു കരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അർഹമായ കൈകളിലേക്ക് തന്നെ സ്നേഹം നൽകാനായിട്ട് ചിന്തിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തിയുടെ കയ്യിലും അല്ലെങ്കിൽ മനസ്സിലും എന്ന് പറയുന്ന hope തന്നെയാണ് നിൽക്കുന്നത്. അവരും വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ person ഇവിടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ universe ആയിട്ട് ആ ഒരു energy യിലേക്ക് അവരെ എത്തിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു career focus ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള third party situation വഴിയൊക്കെ നിങ്ങൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ശത്രുക്കൾ, കാര്യങ്ങൾ, ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ outside abroad ലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിനുള്ള ഒരു opportunity നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊരു interview call കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. എന്തെങ്കിലും രീതിക്ക് തടസ്സം വന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ എന്തിനു വേണ്ടിയാണോ wait ചെയ്തത്, ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചത് പുറത്തേക്ക് പോകാൻ തന്നെ ആയിരിക്കും. നാട്ടിൽ നിങ്ങൾക്ക് നിൽക്കണ്ട എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിൽക്കുന്നവര് പുറത്ത് നിൽക്കുന്നവർ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ഒരു കടൽ കടന്ന് ഇപ്പുറത്തേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിലും ഇവിടെ നിന്ന് നാട്ടിലേക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കടന്നു വരാനായിട്ടുള്ള അവസരം ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു ഫലം കാണാനായിട്ട് പോകുന്ന energy തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. okay നിങ്ങൾ ആ ഒരു ചുമന്ന് നടന്നിരുന്ന ദുഃഖം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയ ഈ ഒരു സമയത്ത് universe അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് ഈ ഒരു universe നമ്മളെ പരീക്ഷിക്കും. നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു energy ഈ ഒരു പ്രപഞ്ചമായിട്ട് ഏറ്റെടുക്കുന്ന സമയത്താണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു positive ആയിട്ടുള്ള കാര്യങ്ങളെ attract ചെയ്യാൻ വേണ്ടി നമ്മളും കൂടെ തയ്യാറാകണം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു strength ലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ energy നിങ്ങൾ realize ചെയ്തിട്ടുണ്ട്. ഒരു self love ലേക്കൊക്കെ പല വ്യക്തികളും ഇപ്പൊ മാറി നിൽക്കുന്ന energy തന്നെയാണ്. കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. വളരെ short tempered ആയിട്ടുള്ള person ആയിരുന്നിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തുചാട്ടം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ character വിട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ reading connect ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു positive ആയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ വളരെ positive ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു energy തന്നെയാണ്. നീതിക്ക് വേണ്ടിയിട്ട് wait ചെയ്തിരുന്നവരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ life ൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളത് universe ആയിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു വേദന താങ്ങി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ ഈ ഒരു മാറ്റങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജീവിതം നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നീതിപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് യഥാർത്ഥമായ സ്നേഹം കൊടുക്കേണ്ടത്,
എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. മറ്റ് ചില വ്യക്തികളുടെ കാര്യമാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരണം എന്നുള്ളതും അതുപോലെ നിങ്ങൾ ആ ഒരു പാത്രം അറിഞ്ഞ് വിളമ്പണം എന്നുള്ളതും. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ ആ ഒരു പകച്ചു നിൽക്കുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. നിങ്ങൾ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിക്കാൻ പോകുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അർഹതപ്പെട്ട ആ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് എല്ലാ കാര്യവും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പൊ അതിനെ പിടിച്ചു വെക്കാതെ നിങ്ങൾ അതിനെ റിലീസ് ചെയ്തേക്കുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഫ്രീ ആക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരാണെന്നുണ്ടെങ്കിലും ഫോർഗീവ്നെസ് ആണ്, നിങ്ങൾ അവരോട് ക്ഷമിച്ചേക്കുക. നിങ്ങൾ ആ ഒരു ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും താഴുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വേദന നിങ്ങൾ മറന്നാലും ഈ ഒരു യൂണിവേഴ്സ് ഒരിക്കലും മറക്കില്ല. ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തിയുണ്ട്, അത് ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ വേദനകൾക്കുള്ള തിരിച്ചടി ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അവരിലേക്ക് അടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കാലം എത്തിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റീഡിങ്ങിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു സമയം എത്തിയിരിക്കുകയാണ്. ആ ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളിപ്പോ ഒരു ഹീലിംഗിലൂടെയാ പോകുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു ഹീലിംഗിലൂടെ കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹീലിംഗിന്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു പര്യവസാനം സംഭവിച്ചുകൊണ്ട് ഒരു റീബർത്ത് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആ ഒരു റീബർത്ത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരുന്നോളൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. ഇവിടെ നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഫാമിലി ലൈഫ് മാത്രമല്ല, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പണം തരാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുക്കളോ കാര്യങ്ങളോ അതുപോലെ സ്ഥിരമായിട്ട് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉടനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു കുഞ്ഞൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എല്ലാ രീതിക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് കാർഡാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ സഹിച്ച് വേദനിച്ച ആ ഒരു മരണതുല്യമായ വേദനയിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കടക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ എനർജീനെ നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. ലോ എനർജിയിലേക്ക് ഒരിക്കലും നിങ്ങൾ പോവരുത്. പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്കാണ് നമുക്ക് റീഡിംഗ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ക്ലൂസ് നിങ്ങളുമായിട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ഭരണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ, എച്ച് എന്നൊരു ലെറ്റർ, ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ചിലവരുടെ കേസിലൊക്കെ, മകം, 1993, പുണർദം എന്നൊരു സ്റ്റാർ, ടോറസ് എന്നൊരു സോഡിയാക് സൈൻ, ബി എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 1968, മലപ്പുറം, അശ്വതി സ്റ്റാർ ആണ്, ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ, എറണാകുളം, 44, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ, ഏരീസ്, തിരുവാതിര, 1990, ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്, 44 വന്നിട്ടുണ്ട്, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 12 വന്നിട്ടുണ്ട്, 8, 6, 7 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 4 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 7, 10 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ്. ക്ലൂസ് മാത്രമല്ല എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.